അവളെയും വിക്രമിനെ ഒപ്പം കൂട്ടാത്തതിന് പരിഭവം കാണൂലേ? അങ്ങനെയൊന്നുമില്ല. അവളും വിക്രമും ആകെ തിരക്കില്ല. ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന്. നല്ല കാര്യം. പിന്നെ അമ്മയുടെ ഫ്രണ്ട് സുജാതാന്റെയും നിത്യയൊക്കെ പരിചയപ്പെട്ട കാര്യം അറിഞ്ഞപ്പോ അവൾക്കൊരു സങ്കടം. അവരൊക്കെ നല്ല ആളുകളാ. ഹരിയുടെയും ജീവന്റെ ഒപ്പം നമ്മുടെ ജഗനും അമ്പലത്തിൽ അലമ്പുണ്ടാക്കാൻ വന്ന ആളുകളെ എടുത്തിട്ടിടിച്ച ഇടി ഓർക്കുമ്പോ ഇപ്പോഴങ്ങോട്ട് മറക്കാനാവുന്നില്ല. ഏതായാലും ഉത്സവവും യാഗവും നരകാസുര വിഗ്രഹവും ഒക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ ഇത് ഹരിതയ്ക്ക് വാങ്ങിയതാ. ഇത് കൊണ്ട് കൊടുത്തേക്ക്. ആഹാ, ഇതിനെ കുറച്ച് പൈസ ചെലവാക്കിയിട്ടുണ്ടല്ലോ. പ്രകാശനൊരു കൊള്ളരുതാത്തവനും അറുപിശക്കനുമാണെന്നാണല്ലോ പലരുടെയും ധാരണ. ആ ധാരണ ഞാൻ തെറ്റിക്കുന്നില്ല. പക്ഷേ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ ഞാൻ പണം ചെലവാക്കുന്ന കാര്യം നിനക്കറിയാലോ. അറിയാം. ദീമയുടെ കാര്യത്തിന് വേണ്ടി തന്നെ ഏട്ടൻ കുറെ പണം ചെലവാക്കിയതാണല്ലോ. അതുകൊണ്ട് പിശിക്കിനൊക്കെ അല്പം മയവ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് സമ്മതിച്ചല്ലേ പറ്റൂ. ഇതിൽ കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ പ്രസവരക്ഷയ്ക്കുള്ള മരുന്നും സുചിത്രയുടെ കയ്യിൽ കൊടുത്താൽ ആ ചെക്കൻ കാണും. ഗൂഗിളിന് ഒരൊറ്റ വായിക്ക് തികയില്ലത്. പ്രസവരക്ഷ ടോണിക്ക് പോലും അവൻ വലിച്ചു കയറ്റിക്കളയും. ഇതാ കൊണ്ടുകൊടുത്തേക്ക്. കൃത്യമായിട്ട് ഹരിതിക്ക് തന്നെ കൊണ്ടുകൊടുക്കണം. മനോജിന്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. പിടിച്ച കൊമ്പുമില്ല ചവിട്ടിയ കൊമ്പുമില്ല എന്ന അവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ച് നടക്കവൻ. ഈ സാഹചര്യത്തിൽ ഒരു ഗർഭിണിയെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. ഒരു ചേട്ടന്റെ കടമയാ ഞാൻ ചെയ്യുന്നത്. നന്നായി. വൈദ്യനെ നോക്കിയാ ഇരട്ടി പുണ്യെന്നാ മുത്തശ്ശി പറയാറ്. അയ്യോ വേണ്ട, പുണ്യൊക്കെ നീ എടുത്തു. പ്രസവം വരെ ഈ മരുന്ന് 2 ടീസ്പൂൺ വെച്ച് മുടങ്ങാതെ കൊടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റു.